നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഡിസംബർ മാസം വരെയുള്ള ചതയ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഫലം എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. കാരണം എന്തെന്നാൽ 5-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട്. പക്ഷേ ഏഴശനിയുടെ ഒരു ദോഷമുണ്ട്. അപ്പോൾ ഈ ഏപ്രിൽ മാസം മുതൽ അത്രയൊരു അനുകൂലാവസ്ഥ പറഞ്ഞുകൂടാ. കാരണം ലഗ്നത്തിൽ ചൊവ്വയും രാഹുവും കൂടി ബുധനോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ ചൊവ്വയോടും രാഹുവിനോടും യോഗം ചെയ്യുമ്പോൾ എടുത്തിയാട്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ തലവേദന പോലെയുള്ള കാര്യങ്ങൾ, ലഗ്നേകുജ ക്ഷതധനു എന്ന് പറയുന്നൊരു യോഗമുണ്ട്. ശരീരത്തിന് ചതവ് സംഭവിക്കുക. പ്രത്യേകിച്ചും രാഹുവിൻ്റെ ശത്രുവായിട്ട് നിൽക്കുന്ന ചൊവ്വയോട് ചേർന്നിട്ടാണ് ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ നിൽക്കുന്നത്. അപ്പോൾ അത് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. കാരണം 2-ാം ഭാവത്തിൽ ശനിയും സൂര്യനും കൂടി നിൽക്കുമ്പോൾ അവിടെയും ഈ പറഞ്ഞ ശനിയുടെ ശത്രുവായിരിക്കുന്ന സൂര്യനാണ് ശുക്രനോട് യോഗം ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ധനനഷ്ടം ഉണ്ടാകുക, സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അപ്പോൾ ഏകദേശം ഒരു മെയ് മാസം വരെയൊക്കെ തന്നെ ഇതുപോലെയുള്ള കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്തിനിറങ്ങിയാലും ആദ്യം ഒരു തടസ്സം വരും, അതിനുശേഷമാണ് അനുകൂലാവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്ന രീതിയാണ് കാണുന്നത്. എങ്കിലും ദൈവാധീനമുള്ളത് കാരണം വലിയൊരു തടസ്സങ്ങളൊന്നും പ്രതിസന്ധികളും ഉണ്ടാകാതെ മുന്നോട്ട് പോകും. പക്ഷേ ജൂൺ മാസത്തിൽ വ്യാഴത്തിന് മാറ്റം വരുന്നുണ്ട്. 6-ാം ഭാവത്തിലേക്ക് വ്യാഴം മാറും. അപ്പോൾ ദൈവാധീനക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ജൂൺ മാസം മുതൽ ചെയ്യണം. അതേപോലെ തന്നെ ജൂൺ മാസം വരെയുള്ള കാലയളവിൽ ദേവീ ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, നാഗപൂജ, ശനീശ്വരന് നീരാഞ്ജനം, അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിലെ ശംഖാഭിഷേകം, നെയ്വിളക്ക്, ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ളൂ. അപ്പോൾ 6-ാം ഭാവത്തിലേക്ക് വ്യാഴം ജൂൺ മാസത്തിൽ മാറിക്കഴിയുമ്പോൾ ദൈവാധീനക്കുറവിൻ്റെ ഒരു പ്രശ്നമുള്ളത് കാരണം കൊണ്ട് അതിനുശേഷം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, നെയ്വിളക്ക്, സുദർശന പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാം. അതുമാത്രമല്ല, നിവർത്തി സ്ഥാനത്ത് ഗണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം കൊണ്ട് എന്ത് കാര്യത്തിനും ആദ്യം ഒരു തടസ്സം വരാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ അതിന് പരിഹാരം കൂടി ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹു പൂജയും കേതു പൂജയൊക്കെ ചെയ്യുക, ഗണപതി ഹോമം നടത്തുക. ഒരു നവംബർ മാസത്തോട് ഒക്ടോബർ ലാസ്റ്റോട് കൂടിയിട്ട് വ്യാഴം വീണ്ടും നിവർത്തി സ്ഥാനത്തേക്ക് മാറും. അപ്പോൾ ദൈവാധീനം വർദ്ധിക്കും. അപ്പോൾ നവംബർ ഡിസംബർ മാസം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. സാമ്പത്തികമായ നേട്ടത്തിന് യോഗമുണ്ട്. ജൂൺ മാസം വരെയും ദൈവാധീനം ഉള്ളത് കാരണം വലിയൊരു പ്രശ്നമില്ലാത്ത കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ നടക്കും. അപ്പോൾ അതിന് മുമ്പ് ഇടയ്ക്കുള്ള ഒരു സമയം ജൂൺ മാസം മുതൽ നവംബർ മാസം വരെയുള്ള സമയത്താണ് കുറച്ച് സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധികൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. അതേപോലെ തന്നെ ആ സമയത്ത് ദൈവാധീനക്കുറവ് കൊണ്ട് ഉള്ള കിട്ടാൻ കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വരെ അനുകൂലമായിരിക്കുന്ന ഗുണം കിട്ടാതെ തടസ്സങ്ങൾ ഉണ്ടാകുക. പ്രത്യേകിച്ചും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന, സുദർശന പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നല്ല പ്രാർത്ഥന ഉണ്ടാകണം. ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് അനുകൂലമായിരിക്കും. ഇതിൽ യോഗം കാണും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.